12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് പരിഷ്കരണം CBSE നടപ്പാക്കിയത് തിടുക്കത്തിൽ. പരീക്ഷണഘട്ടത്തിൽ നേരിട്ട സാങ്കേതിക പിഴവുകൾ അവഗണിച്ചെന്നാണ് വിവരം. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ജനുവരിയിൽ നടന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ പരീക്ഷണഘട്ടത്തിൽ തന്നെ സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയിരുന്നു. ഉത്തരക്കടലാസുകളിൽ ബ്ലാങ്ക് കാണുന്നുവെന്നും മാർക്ക് നൽകുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും പ്രിൻസിപ്പൽമാർ, അധ്യാപകർ എന്നിവരടങ്ങുന്ന സംഘം ചൂണ്ടിക്കാട്ടിയിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ച് 1 വർഷത്തിനു ശേഷം ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടപ്പാക്കിയാൽ മതിയെന്ന വിദഗ്ധരുടെ റിപ്പോർട്ട് തള്ളിയാണ് CBSEയുടെ തിടുക്കത്തിലുള്ള നീക്കം. പരീക്ഷാ ക്രമക്കേടിൽ രാധാ ചൌഹാൻ അംഗമായ ഏകാംഗ സമിതി അന്വേഷണം ആരംഭിച്ചു. ടെൻഡർ നടപടികളുടെ വിവരങ്ങൾ തേടും. ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ ശേഖരിച്ചാകും അന്വേഷണം. പുനർമൂല്യനിർണ്ണയ പോർട്ടലിൽ ഇതുവരെ 40,000-ലധികം വിദ്യാർത്ഥികൾ അപേക്ഷകൾ വിജയകരമായി സമർപ്പിച്ചുവെന്ന് CBSE വ്യക്തമാക്കി. അതിനിടെ CBSE ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാകില്ലെന്നും കോൺഗ്രസ് വിമർശിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.